പത്തനംതിട്ടയിലേക്കാണ്. അവിടെ 59 മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണ് പഠന റിപ്പോർട്ട്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പഠനത്തിലാണ് ജില്ലയിലെ മലയോര മേഖലയിലെ പല സ്ഥലങ്ങളും സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയത്. പദ്ധതിയിൽ ചേർക്കേണ്ട പുതിയ സ്ഥലങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ജില്ലാ കലക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ 59 ലൊക്കേഷൻസിലാണ് നമ്മുടെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളായി മുമ്പ് കണ്ടെത്തിയിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ പുതിയ സാഹചര്യം, കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വ്യത്യാസവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ 59 ലൊക്കേഷൻസും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിച്ച് ഒരു സമഗ്രമായ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനോടും മണ്ണ് സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർ ഒരു മാസത്തിനുള്ളിൽ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയാൽ ആ മേഖലയിൽ ഏറ്റെടുക്കേണ്ട മുൻകരുതൽ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് എടുക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർട്ടിൻ ജോസഫ് വിവരങ്ങൾ നൽകും. മാർട്ടിൻ, അപ്പോൾ 59 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലുണ്ടായ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങളെ കാണേണ്ടത്. അപ്പോൾ സത്വരമായ നടപടികൾ, ആളുകളൊക്കെ താമസിക്കുന്ന ഇടങ്ങളാണെങ്കിൽ അവിടെ അതീവ ജാഗ്രത വേണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും ആ പഠന റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വിട്ടിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ നിർദ്ദേശിക്കുന്നു? ജിൽസി, ഇപ്പോൾ പഠന റിപ്പോർട്ട് ആദ്യത്തെ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് കുറച്ച് നാൾ മുമ്പ് നടത്തിയ ഒരു പഠന റിപ്പോർട്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ ചേർക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ബാക്കി വന്നത്. അതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. കൂടുതൽ പഠനം നടത്തണമെന്നും കൂടുതൽ പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ജിയോളജി വകുപ്പ് ജില്ലയിലെ പല ഭാഗങ്ങളിലായിട്ട് പഠനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടറും പറഞ്ഞിരിക്കുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയിലെ കിഴക്ക് ഭാഗത്തായിട്ട് വരുമ്പോഴത്തേനും വലിയ മലനിര പ്രദേശങ്ങൾ കൂടിയാണ്, ഒരു ഹൈ റേഞ്ച് പ്രദേശം കൂടിയാണ്. ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് വനമേഖലകൾ ഉൾപ്പെടെയുണ്ട്, അതായത് ഗവി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുണ്ട്. പിന്നെ ഈ കോന്നി പഞ്ചായത്തിലാണ്, കോന്നി താലൂക്കിലെ 6 പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ളത്. സീതത്തോട്, ചിറ്റാറ്, അരുവാപ്പുരം, തണ്ണിത്തോട്, പെരുന്നാട്, കലഞ്ഞൂർ എന്നീ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും സോയിൽ പൈപ്പിംഗ് പോലെയുള്ള പ്രതിഭാസങ്ങളുണ്ട്. ഇതും കൂടുതൽ അപകടകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഇതും ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പഠനം നടത്താൻ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കളക്ടർ തീരുമാനിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ ജിയോളജി വകുപ്പ് പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും മറ്റെന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക. എന്തായാലും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ റെഡ്, ഓറഞ്ച് ബുക്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഴ ശക്തമാകുകയാണെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും അവരെ മാറ്റാനുമുള്ള ചില നടപടികൾ കൂടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മഴ പെയ്യുന്നൊരു സാഹചര്യം കൂടിയാണ്, മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടറും ഇന്നലെ നമ്മളോട് പറഞ്ഞത്. എന്തായാലും മാത്രമല്ല, ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇനിയും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്താനുണ്ടെങ്കിൽ അതും കൂടി ചെയ്യും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഇനി മാത്രമല്ല, ഈ കോന്നി വനമേഖലയിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രശ്നം കൂടി കാണുന്നുണ്ട്. അതായത് ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതിനു മുൻപ് പല തവണ ഈ കോന്നി വനമേഖലയിൽ ഉരുൾപൊട്ടിയ സാഹചര്യം കൂടിയുണ്ട്. ഉൾവനത്തിൽ ഉരുൾപൊട്ടിയ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പഠനം നടത്താൻ കൂടി ജിയോളജി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കോന്നിയിൽ അത്ര പ്രശ്നമില്ല. കാരണം കോന്നി ഈ ജനവാസ മേഖല, വനപ്രദേശങ്ങളിൽ ജനവാസ മേഖല കുറഞ്ഞൊരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കോന്നി മേഖലയിൽ അത്ര പ്രശ്നമില്ല. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ ആ പ്രദേശങ്ങളിൽ, അതായത് ഈ പഞ്ചായത്തുകളിൽ ചില
തീർച്ചയായിട്ടും മാർട്ടിൻ, അത്തരം ജനവാസ മേഖലകളിലാണ് ഇത്തരം മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് ആളുകൾ വളരെ ഭീതിയോടെ കഴിയുന്നത്. അപ്പോൾ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം പഠനങ്ങളൊക്കെ നടക്കുന്നത്. പഠനങ്ങൾക്കപ്പുറത്തേക്ക് മറ്റു നടപടികൾ കൂടി ഉണ്ടാകണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനോ അല്ലെങ്കിൽ ജനങ്ങളെ തന്നെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.